നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ കേരളത്തിൻ്റെതല്ലാത്ത പക്ഷെ നമ്മൾ രണ്ട് കൈ നീട്ടി സ്വീകരിച്ച ഒരു ഡിഷാണ് തക്കാളി സാദം അല്ലെങ്കിൽ ടൊമാറ്റോ റൈസ്. എല്ലാവർക്കും ഇത് ഇഷ്ടമാണെന്ന് തോന്നുന്നല്ലോ. ഇപ്പം റൈസ് വെറൈറ്റീസ് എടുത്തു കഴിഞ്ഞാൽ തൈര് സാദവും തക്കാളി സാദവും ഒരുമാതിരി എല്ലാവരുടെയും ഫേവറേറ്റാണ്. അപ്പം എൻ്റെയും ഒരു ഫേവറേറ്റാണ്. അപ്പോൾ ഇത് നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. എൻ്റേതായിട്ടുള്ളൊരു ചെറിയ ട്വിസ്റ്റും കൂടി ഇതിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പം നമുക്കിതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ ഞാൻ നല്ല പഴുത്ത 2 വലിയ തക്കാളി എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് സവാള, അത് നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ മല്ലിയില, നല്ല ഫ്രഷ് മല്ലിയില ഇതിനകത്തോട്ട് ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. മല്ലിയില എത്ര വേണമെങ്കിലും ഇതിനകത്തിടാം, പക്ഷേ പുതിനയില ചേർക്കരുത്. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 ടീസ്പൂണോളം നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ട്, 2 പച്ചമുളക്, കറിവേപ്പില. പിന്നെ എടുത്തിട്ടുള്ളത് കടലപ്പരിപ്പുണ്ട്, ഉഴുന്നുണ്ട്, ജീരകം. ഇനി വേണ്ട കാര്യങ്ങൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ഒരു കുറച്ച് ബിരിയാണി മസാല. അത് നമ്മുടെ മുളക് പൊടിയുടെ അടിയിലായിപ്പോയി കേട്ടോ, സോറി. പിന്നെ നെയ്യുണ്ട്, എണ്ണയുണ്ട്. അപ്പം ഈ ബിരിയാണി മസാല എന്നുള്ളത് കംപ്ലീറ്റ്ലി ഓപ്ഷണലാണ്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതി. പിന്നെ ഉപ്പ്, ഞാനിവിടെ 2 കപ്പ് അരി എടുത്തിട്ടുണ്ട്. അത് ഒന്ന് 15 മിനിറ്റ് കുതിർത്ത് വെച്ച് എടുത്തതാണ്. ഇനിയിപ്പോൾ ഞാൻ ഈ കുക്കറിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മുടെ കടലപ്പരിപ്പും ഉഴുന്നും ജീരകവും കൂടെ ഇട്ട് കൊടുക്കണം. അതൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്യണം. ഫ്രൈ ചെയ്യാൻ മീൻസ് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ഒരു ചെറിയൊരു ബ്രൗൺ കളറൊക്കെ ആകുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇതിൽ ഞാൻ ആദ്യം പൊടികളുടെ കാര്യം പറഞ്ഞപ്പോൾ ബിരിയാണി മസാല പറഞ്ഞല്ലോ, അത് കംപ്ലീറ്റ്ലി ഓപ്ഷണലാണ് കേട്ടോ. എനിക്കെന്താണെന്നറിയില്ല, ഈ ടൊമാറ്റോ റൈസ് ഉണ്ടാക്കുമ്പോൾ ഒരു 1/4 സ്പൂണിന് താഴെ ബിരിയാണി മസാല ഇടുന്നത് എന്തോ ഇതിൻ്റെ ടേസ്റ്റ് അങ്ങോട്ട് എൻഹാൻസ് ചെയ്യുന്നു എന്ന് തോന്നുന്നു. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ. അപ്പോൾ നമ്മളിനി ഇതിലേക്ക് നടുവേ ഒന്ന് കീറി വെച്ചിരിക്കുന്ന 2 പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റുന്നുണ്ട്. അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറാൻ തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് നമ്മുടെ സവാള നമ്മൾ നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 1 സവാളയാണ് എടുത്തിരിക്കുന്നത്. അപ്പം അതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കണം. ഈ സവാളയൊക്കെ അത്യാവശ്യം ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി വരുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി, കൂടുതൽ നേരമൊന്നും വേണ്ട. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 തക്കാളിയും നമ്മുടെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മളിതൊന്ന് നല്ലോണം ഇളക്കി നമ്മുടെ തക്കാളിയൊക്കെ നല്ലോണം വെന്ത് ഉടഞ്ഞു വരുന്ന ഒരു പരുവത്തിലെത്തിക്കണം. അപ്പം അതിനു മുന്നേ നമുക്ക് നമ്മുടെ പൊടികളും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇവിടെ ഞാനിപ്പം മുളക് പൊടി എടുക്കുന്നുണ്ട്, മഞ്ഞൾപ്പൊടി എടുക്കുന്നുണ്ട്, പിന്നെ ഒരു കുറച്ച് ബിരിയാണി മസാല. ഇനിയിപ്പോൾ നല്ലോണം ഇളക്കി, കണ്ടില്ലേ, ഈ ഒരു ഭാഗം എത്തിക്കഴിയുമ്പോൾ നമ്മൾ മല്ലിയില കൂടി ഇട്ട് കൊടുക്കണം. ഇനി നമ്മൾ കുതിർത്ത് ഊറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ബിരിയാണി റൈസ്, ബസ്മതി റൈസും കൂടെ ഇതിലേക്കിട്ട് കുറച്ച് നേരം നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കണം. ഈ ഒരു സ്റ്റെപ്പ് ആരും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. അപ്പം നല്ലോണം ഒരു 3-4 മിനിറ്റോളം ഒന്ന് നല്ലോണം വഴറ്റി കൊടുക്കുക. വഴറ്റി കൊടുത്തതിന് ശേഷം 1 കപ്പിന് 1.5 കപ്പ് വെള്ളം എന്നുള്ള രീതിയിൽ നിങ്ങൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ചൂടുവെള്ളമൊന്നുമല്ല, പച്ചവെള്ളം തന്നെ. പിന്നെ ഉപ്പൊക്കെ നോക്കി ആവശ്യത്തിന് കുറച്ചുകൂടെ വേണമെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടെ ഉപ്പിട്ട്, എപ്പോഴും മുന്നോട്ട് നിൽക്കണം ഉപ്പ്, എന്നാലേ ചോറ് വെന്ത് കഴിയുമ്പോൾ അതിന് നല്ലോണം ഉപ്പുണ്ടാവുള്ളൂ. അപ്പോൾ ഉപ്പൊക്കെ നോക്കി കറക്റ്റാക്കിയിട്ട് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കിനും നമുക്ക് നമ്മുടെ കുക്കർ അടച്ചു വെക്കാം. അടച്ചു വെച്ചതിന് ശേഷം ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ 1 വിസിൽ വരുന്നിടം വരെ, ഇല്ലെങ്കിൽ ഒരു 7-8 മിനിറ്റ് വരെ ഇത്രയും നേരം വെച്ച്
കുക്ക് ചെയ്തെടുത്ത് അതാ ഇതുപോലെ ഇരിക്കും. അപ്പോൾ നോക്കി, ഇതിൻ്റെ പുറത്തോട്ടൊരു കുറച്ച് നെയ്യും കൂടെ അങ്ങോട്ട് ഒന്ന് ഇളക്കിയെടുക്കുക. ഇത്രയേ ഉള്ളൂ, സംഭവം കഴിഞ്ഞു. നമ്മുടെ അടിപൊളി ടൊമാറ്റോ റൈസ് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കോമ്പിനേഷൻ ഒരു പൊട്ടറ്റോ മെഴുക്കുവരട്ടിയും റൈത്തയും ആണ് കേട്ടോ. അപ്പം ഇങ്ങനെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് നിങ്ങൾ. റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബും ചെയ്യണം.